ഒരു ജനാധിപത്യ മര്യാദയുണ്ട് മജുഷേ. ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊക്ക് കുറുക്കനെ തക്കാര്യത്തിൽ വിളിച്ച മാതിരി അവനാൻ ഇഷ്ടമുള്ള പാത്രത്തിൽ മാത്രം വിളമ്പല്ലേ. അത് നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഇപ്പൊ സംസാരിച്ച രണ്ടുപേരോടും ഇത് കേൾക്കുന്ന മലയാളം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, മഞ്ജുഷൻ ഉൾപ്പെടെ മറ്റു രണ്ടുപേരെയും. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറയുന്നത്? എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പക്ഷേ ലോഗോ വെക്കരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തെളിവ് ഹാജരാക്കാം. മനുഷ്യ ഒന്ന് പ്ലീസ് പറയാൻ സമ്മതിക്കും. എന്നോട് ചോദിച്ചോണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ചോദിച്ചോ, ഞാൻ പറയാം. മറ്റു രണ്ടാളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാം. UDFന്റെ സർക്കാർ മെയ് 18 തീയതിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് വരെ PM ശ്രീയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോ എതിരഭിപ്രായം പറഞ്ഞ വിഷയത്തിൽ അന്ന് പറഞ്ഞതിന് വിരുദ്ധമായി വല്ലതും ചെയ്തോ മഞ്ജുഷേ? PM ശ്രീ പദ്ധതി നടപ്പാക്കിയ തീരുവെന്ന് മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിൽ N ഷംസുദ്ദീൻ പറഞ്ഞു. ഷാക്കിറെ, താങ്കൾ കേട്ടതല്ലേ? PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എന്തെങ്കിലും വേണോ ഇതിനകത്ത്? ഉദാഹരണമായിട്ട് അറബിക്കടലിൽ തള്ളാനൊന്നും പറ്റില്ല എന്ന് തദ്ദേശ മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഒരു ഓളത്തിന് പറഞ്ഞതാണ്, അതൊരു രാഷ്ട്രീയ പ്രതികരണം എന്ന് കണ്ടാൽ മതിയെന്ന്. എന്നവിടെ നിൽക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. മനുഷ്യ ഒന്ന് പ്ലീസ് പറയാൻ സമ്മതിക്കും. എന്നോട് ചോദിച്ചോണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ചോദിച്ചോ, ഞാൻ പറയാം. മറ്റു രണ്ടാളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ആവർത്തിച്ച് ചോദ്യം ഇത് കേൾക്കുന്നവർ കേൾക്കട്ടെ. നിങ്ങൾ എടുത്തുള്ള ഏത് ഫയലും പുറത്തേക്ക് വെച്ചോ. അല്ല, ഒരു ഫയലും വേണ്ട. ഞാൻ കേട്ട കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ഫയലും വേണ്ട. എന്റെ ഒരു ഫയലും ഇല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറയാം. അല്ല, ഞാൻ പറയാം. നിങ്ങൾ നോക്ക്. അല്ല, ഇനി ഞാൻ പറയുന്നത് ശരിയല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഫയൽ എടുത്തോ. ഞാൻ ഉറച്ചു നിൽക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ നിങ്ങളിപ്പോ പറയുന്ന വിവാദ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിരുദ്ധമായി പ്രവൃത്തിയിൽ കൊണ്ടുവന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കാണിക്കണം. അതാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമല്ലേ? നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. PM ശ്രീ പദ്ധതി നിങ്ങൾ നടപ്പാക്കില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. PM ശ്രീ പദ്ധതിയെ LDF ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ എതിർക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്നത് അത് തന്നെയല്ലേ? ഇനി എനിക്കത് ആവർത്തിച്ച് പറയാൻ പറ്റില്ല. അത് തന്നെയല്ലേ നിലപാട് മാറ്റം? നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നാൽ അത് BJPയുടെ ഫണ്ടല്ല. അത് വാങ്ങണം, നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കണം. 4,95,00,000 പേർക്ക് വീട് നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. അത് വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നതിന്റെ വീഡിയോ 2 ചാനലുകളിൽ വന്നത് ഞാനിപ്പോ മഞ്ജുഷൻ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ PMAയെ നിങ്ങൾ എതിർത്തു എന്നല്ലോ പറയുന്നത്. മുദ്ര വയ്ക്കുന്നതിനെ എതിർത്തിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഇല്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പക്ഷേ ലോഗോ വെക്കരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തെളിവ് ഹാജരാക്കാം. ഒരു ജനാധിപത്യ മര്യാദയുണ്ട് മജുഷേ. ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊക്ക് കുറുക്കനെ തക്കാര്യത്തിൽ വിളിച്ച മാതിരി അവനാൻ ഇഷ്ടമുള്ള പാത്രത്തിൽ മാത്രം വിളമ്പല്ലേ. നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഇപ്പൊ സംസാരിച്ച രണ്ടുപേരോടും ഇത് കേൾക്കുന്ന മലയാളം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, മഞ്ജുഷൻ ഉൾപ്പെടെ മറ്റു രണ്ടുപേരെയും. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ ഞാൻ ചോദിക്കുന്നു, ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ VD സതീശൻ പുതിയ സർക്കാർ വന്നിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ മനുഷ്യ പറയാൻ നിങ്ങൾ ഇടപെട്ട് കൊണാക്കല്ലേ, എന്നെ പറയാൻ സമ്മതിക്കാതിരിക്കല്ലേ? നിങ്ങൾ സ്ഥിരം അത് ഒരു മര്യാദകേടാണ്. എന്നെ വിളിച്ചു വരുത്തിട്ട് പറയാനുള്ളത് താങ്കൾ ഇങ്ങോട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം പറയാൻ തോന്നിപ്പോകും. താങ്കൾ അത് പറയൂ, പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. താങ്കൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ തോന്നിപ്പോകും. തൽക്കാലം ഇത്രയും മതി.